ഹായ്, ഇതൊരു വൈകുന്നേരത്തെ വീഡിയോ ആണ്. അപ്പോൾ വൈകുന്നേരം ഇത്തിരി മത്തി കിട്ടിയിട്ടുണ്ട്. നമ്മൾ മീൻ വാങ്ങിക്കുന്ന മിക്കവാറും വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടും. ഈ കൊല്ലത്തുനിന്ന് വൈകുന്നേരം വരുന്ന മീൻ കിട്ടുമേ. നല്ല മീനാണ്, നല്ല ഫ്രഷ് മത്തിയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ കൂടുതലും ചെറിയ മീനുകളാണ് മേടിക്കുന്നത്. വലിയ മീനിനെക്കാട്ടിലും എല്ലാവർക്കും ഇവിടെ ഇഷ്ടം ചെറിയ മീനുകളാണ്. പിന്നെ ഇടയ്ക്ക് കൂടുതലൊക്കെ വാങ്ങിക്കുമ്പോഴേ ഇവിടെ കറി വെക്കുള്ളൂ. മിക്കവാറും വറക്കുവാണ് ചെയ്യുന്നത്. വറക്കുന്നതിനേക്കാളും നല്ല കറി വെക്കുന്നത്. പക്ഷേ പിള്ളേർക്കിഷ്ടം വറക്കുന്നതാണ്. അപ്പം ഞാനതെല്ലാം വെട്ടി റെഡിയാക്കി എടുക്കുവാണ്. 1 കിലോയേ ഉണ്ടായിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെട്ടി തീർന്നേ. അതെല്ലാം കൂടെ വറക്കാനായിട്ട് അരച്ച് പുരട്ടി വെക്കുവാണ്. അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് പൊടികളെല്ലാം ഇട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ട് അരച്ച് പുരട്ടി വെക്കുവാണ്. അപ്പം മീൻ വെട്ടി കഴിഞ്ഞ് കയ്യെ തേക്കാനുള്ള ചെറുനാരകത്തിൻ്റെ ഇലയാണ് ഞാൻ അടുത്ത് പറിച്ച് വെച്ചിരിക്കുന്നത്. നാരകത്തിൻ്റെ ഇല തേച്ചാൽ പെട്ടെന്ന് മണം അങ്ങ് പോയിക്കോളും. അല്ലെങ്കിൽ സോപ്പിട്ട് കഴിയാൽ ഇതിൻ്റെ ഉളുമ്പുനാറ്റം പോവുകയില്ല. അപ്പോൾ എല്ലാം ഞാൻ പുരട്ടി മസാലയൊക്കെ പുരട്ടി വറക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് വൈകുന്നേരം വറക്കാനുള്ളത് പിന്നെ ഇത്തിരി നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങ് എടുത്താൽ മതിയല്ലോ. അടുത്ത ദിവസമൊക്കെ വറക്കാനായിട്ട് നമ്മളിത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് നേരം വെളിയിൽ വെക്കും. അന്നേരത്തേന് ചെറുതായിട്ട് തണുപ്പ് പോവുകയെ. അപ്പം വറക്കാനുള്ള എണ്ണ മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ച് തണുപ്പ് കളഞ്ഞാണ് വറക്കുന്നത്. അല്ലാതെ മൊത്തത്തിൻ്റെയും തണുപ്പ് ഫ്രീസറിൽ നിന്ന് എടുത്ത് കളയാറില്ല. അങ്ങനെ കളഞ്ഞാൽ പെട്ടെന്ന് മീൻ ചീത്തയാകും. ഇതെല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്തൊരു പണിയും കൂടെ കിടപ്പുണ്ടേ. നമ്മൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് ഇടനില കൊണ്ടുവന്നായിരുന്നല്ലോ, അതുകൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കണം. അപ്പോൾ ഞാനത് മീൻവെട്ടെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നിട്ടുണ്ട്. അന്നേരത്തേന് എന്നിട്ട് കുമ്പളപ്പം റെഡിയാക്കുവാണ് 4 മണിക്കത്തേക്കുള്ളത്. അപ്പം എല്ലാവർക്കും ഇവിടെ കുമ്പളപ്പം ഭയങ്കര ഇഷ്ടമാണ്. മോനൊക്കെ ചക്കപ്പഴം കഴിക്കാൻ ഭയങ്കര മടിയാണ്, ഇഷ്ടമല്ല. എന്നാലും കുമ്പളപ്പം ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വറുത്ത റവപ്പൊടി കൊണ്ടാണ് ഇവിടെ കുമ്പളപ്പം ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റാണ് റവ കൊണ്ടുണ്ടാക്കുന്നത്. നമ്മളല്ലാതെ ഈ ഗോതമ്പ് പൊടി കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതിലും ഭയങ്കര സോഫ്റ്റാണ്. ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. വറുത്ത റവ കൊണ്ട് ഉണ്ടാക്കണേ. റവ മാത്രം മതി, റവയും ശർക്കര. ഞാൻ ചക്കപ്പഴം മാത്രം ഇട്ടാണ്, കുഴച്ചക്കപ്പഴമല്ലേ, അപ്പോൾ അത് മാത്രം മതി കുഴച്ചെടുക്കാനായിട്ട്. ഇത്തിരി ശർക്കര ചേർത്താൽ മതി. നല്ല മധുരമുള്ള ചക്കപ്പഴമായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഞങ്ങൾ റെഡിയാക്കി എടുക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് റെഡി ആവുമല്ലോ. അത് കഴിഞ്ഞ് ചായ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.